രാജ്യത്തിൻ്റെ വിഹിത വിതരണം ഫെഡറൽ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആസൂത്രണം ചെയ്യേണ്ട കേന്ദ്ര ബജറ്റിൽ പക്ഷേ പ്രതിഫലിച്ചത് നായിഡു നിതീഷ് സമ്മർദ്ദ താൽപ്പര്യങ്ങളോ? വാരിക്കോരി ആന്ധ്രയ്ക്കും ബീഹാറിനും എന്ന് പറയുമ്പോഴും അവർക്കും ഫണ്ട് ശരിക്കും വക മാറ്റിവെച്ചിട്ടുണ്ടോ? രാജ്യത്ത് തൊഴിലില്ലായ്മ വല്ലാതെ രൂക്ഷമാണെന്ന് സമ്മതിക്കുന്നതോ മൂന്നാം മോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ്? പുതിയ പദ്ധതികൾ ഇല്ലാത്ത, പുതിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്ത നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്നതോ? പ്രളയം ബാധിക്കാതിരിക്കാൻ പ്രളയമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴും പ്രളയം ബാധിച്ച കേരളത്തെ മറന്നത് എന്തുകൊണ്ട്? കേരളത്തെ പൂർണ്ണമായി തഴഞ്ഞ ബജറ്റിലൂടെ മോദി സർക്കാരിൻ്റെ സങ്കുചിത രാഷ്ട്രീയം പുറത്തു വരികയാണോ? സെൻസസ് ഉൾപ്പെടെ അവശ്യ ഡേറ്റ ഇല്ലാതെ കണക്കുകൾ അവതരിപ്പിച്ച് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് ന്യായീകരണമെന്ത്? മൂന്നോ നാലോ സംസ്ഥാനങ്ങളെയും സർക്കാരിനെ നിയന്ത്രിക്കുന്ന മൂന്നോ നാലോ പാർട്ടികളെയും മാത്രം കണക്കിലെടുത്തുള്ള കേന്ദ്ര ബഡ്ജറ്റ് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തുന്നതോ? കേരളത്തിന് എന്തുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വയ്ക്കാൻ? റെയിൽ റോഡ് പദ്ധതികളില്ല, വിഴിഞ്ഞം വയനാട് പാക്കേജുകളില്ല, എയിംസ് ഇല്ല, റബ്ബറിന് താങ്ങുവിലയില്ല. നിരാശ, നിർമ്മലമല്ല നിരാശ മാത്രമോ ബാക്കിയാകുന്നത്?